അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1319. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു മാജ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാൽ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അവിടുന്ന് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഇന്ന മിനന്നാസി മഫാത്തിഹ ലിൽ ഖൈർ, നിശ്ചയമായും ജനങ്ങളെ കൂട്ടത്തിൽ നന്മയുടെ താക്കോലാകുന്നവരുണ്ട്. അവർ മുഖേന ഒരുപാട് നന്മകൾ ഉണ്ടാവും, നന്മയുടെ താക്കോലാകാൻ കഴിയുന്ന ആളുകളുണ്ട്. മഗാലിഖ ലിശ്ശർ, തിന്മകളുടെ ലോക്കുകളാവുന്ന, തിന്മകളൊക്കെ പൂട്ടുകയും നന്മകൾ തുറക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകൾ ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഇന്ന മിനന്നാസി മഫാത്തിഹ ലിശ്ശർ മഗാലിഖ ലിൽ ഖൈർ, എന്നാൽ നിശ്ചയം ജനങ്ങളുടെ കൂട്ടത്തിൽ നേരെ ഓപ്പോസിറ്റുണ്ട്, തിന്മകളുടെ താക്കോലാകുന്ന ആളുകളുണ്ട്. മഗാലിഖ ലിൽ ഖൈർ, നന്മ മുടക്കികളായി, നന്മകൾ ലോക്ക് ചെയ്ത് നന്മ മുടക്കാൻ എന്തൊക്കെ മാർഗമുണ്ടോ ആ നിലക്ക് നന്മ മുടക്കുകയും തിന്മകൾ ഓപ്പൺ ചെയ്യുന്ന ആളുകളും ഉണ്ട്. എന്നിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫതൂബാ, സകല സന്തോഷവും, ലിമൻ ജഅലല്ലാഹു മഫാത്തിഹൽ ഖൈരി അലാ യദിഹി, ആര് മുഖേനയാണോ നന്മയുടെ താക്കോലാകാൻ അള്ളാഹു ആക്കുന്നതെങ്കിൽ അവർക്കാണ് സകല സന്തോഷം. നന്മകൾ ആരുടെ കരങ്ങളിലൂടെ വരുന്നോ, ആരിലൂടെയൊക്കെയാണോ ഒരു നാട്ടിൽ നന്മ ഉണ്ടാകുന്നത്, അവനാണ് എല്ലാ സന്തോഷവും. വവൈലുൽ ലിമൻ ജഅലല്ലാഹു മഫാത്തിഹ ശർ അലാ യദിഹി, ആര് മുഖേനൊക്കെ ഒരു തിന്മ ഉണ്ടാകുന്നുണ്ടോ, തിന്മയുടെ താക്കോലാകുന്നുണ്ടോ, അവനാണ് സകല നാശവും. ഹദീസ് വളരെ ശ്രദ്ധേയമാണ്. നാം മുഖേന ഒരു നന്മ ഉണ്ടാവുക എന്നല്ലാതെ ഒരിക്കലും തിന്മ ഉണ്ടാകരുത്. നാം നന്മയുടെ താക്കോലുകളാവണം, ഒരിക്കലും തിന്മയുടെ താക്കോലാകരുത്. നന്മ മുടക്കി, മന്നാഉൽ ഖൈറായി നന്മ മുടക്കികളാകരുത്. ഒരുപാട് നന്മകൾ, നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനും മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനും നമുക്ക് കഴിയണം. അതേ സമയത്ത് നമ്മുടെ വാക്കിലൂടെയോ പ്രവർത്തനങ്ങളിലൂടെ മറ്റോ ഒക്കെ തിന്മകളുടെ താക്കോലായി മറ്റുള്ളവരത് കാരണം തിന്മ ചെയ്താൽ, നാം തിന്മ ചെയ്യുന്നതിൻ്റെ പുറമെ മറ്റുള്ളവരുടെ തിന്മയുടെ കുറ്റം കൂടെ നാം പേറേണ്ടി വരും. വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി.